ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024 ഏപ്രിൽ എക്സാമിന് ചോദിച്ച 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് ഇന്ന് നോക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൽ 6 ക്വസ്റ്റ്യൻസാണ് വരുന്നത് കേട്ടോ. 5 മാർക്കിന് ചോദിച്ച 6 ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിലെ 48ാമത്തെ ക്വസ്റ്റ്യനാണ് വരുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് എന്റർപ്രൈസസ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ് ഓൺ ദ ബേസിസ് ഓഫ് എനി 5 പോയിന്റ്. പൊതു സംരംഭങ്ങളുടെയും സ്വകാര്യ സംരംഭങ്ങളെയും കുറിച്ച് ഏതെങ്കിലും 5 പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുവാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലെ ആൻസറിലേക്ക് പോകാം. പൊതുമേഖലാ സ്ഥാപനങ്ങളും, അതായത് പബ്ലിക് എന്റർപ്രൈസസ്, സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും പ്രൈവറ്റ് എന്റർപ്രൈസസ് തമ്മിലുള്ള 5 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുന്നത്. ഇവയുടെ ഉടമസ്ഥാവകാശം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭൂരിഭാഗവും സർക്കാരിൻ്റെ കൈവശമായിരിക്കും. ഏതെങ്കിലും ഒരു സർക്കാർ, ഒന്നെങ്കിൽ കേന്ദ്ര സർക്കാർ ആയിരിക്കും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രാദേശിക സർക്കാർ ആയിരിക്കും. ഒന്നെങ്കിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ പൂർണ്ണമായോ. അതായത് സ്ഥാപനത്തിൻ്റെ ഓഹരികളിൽ 51% അതിൽ കൂടുതലോ സർക്കാരിൻ്റെ കൈവശമായിരിക്കും. 50-50 എന്ന് പറയുമ്പോൾ 50% 50% ആയിരിക്കും. അപ്പോൾ 50-ൽ കൂടുതൽ, മിനിമം 51% സർക്കാരിൻ്റെ കൈവശമായിരിക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ, അതുപോലെ BSNL. ഇനി രണ്ടാമത്തത് നോക്കൂ, സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളാണെങ്കിൽ ഇവയുടെ ഉടമസ്ഥാവകാശം ഒരു കൂട്ടം വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾക്കോ ആയിരിക്കും. സർക്കാരിന് ഈ സ്ഥാപനത്തിൽ നേരിട്ട് ഒരു ഉടമസ്ഥാവകാശവും ഉണ്ടാവുകയില്ല. അപ്പം അത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ലക്ഷ്യം, ഒബ്ജക്റ്റീവ്സ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വരുന്നത്, ഇവയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ വ്യവസായങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. ഇത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ലക്ഷ്യമാണെങ്കിൽ പോലും അതിനേക്കാൾ മുൻഗണന സേവനത്തിനാണ് കൊടുക്കുക. അതേസമയം സ്വകാര്യ മേഖല സ്ഥാപനങ്ങളാണെങ്കിലോ ഇവയുടെ അടിസ്ഥാന ലക്ഷ്യം എന്തായിരിക്കും? ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഉണ്ടാവുക. ഓഹരി ഉടമകൾക്ക് പരമാവധി വരുമാനം ഉറപ്പാക്കുക എന്നുള്ളതിനാണ് ഇവർ മുൻഗണന നൽകുന്നത്. സേവനങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ലാഭത്തിൻ്റെ താഴെ വരുന്നുള്ളൂ. സേവനങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫണ്ടിങ് ആണ്. ഇതിൻ്റെ ധനസഹായങ്ങൾ വരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ധനസഹായം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഇവയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം പ്രധാനമായും സർക്കാർ ബജറ്റിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ ഉറപ്പു നൽകുന്ന വായ്പകളിൽ നിന്നെല്ലാമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള സഹായം, ഫണ്ട്, പണം ലഭിക്കുന്നത്. അതേസമയം സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്ക് എങ്ങനെ ഫണ്ട് ലഭിക്കുന്നത്? വ്യക്തികളുടെയോ ഓഹരി ഉടമകളുടെയോ നിക്ഷേപങ്ങൾ, ബാങ്കുകളിൽ നിന്നുള്ള വായ്പകൾ, ഓഹരി വിറ്റഴിച്ചുകൊണ്ടുള്ള ധനസമാഹരണം എന്നിവയിലൂടെയാണ് സ്വകാര്യ മേഖല പ്രധാനമായിട്ടും ധനം കണ്ടെത്തുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. നാലാമത്തത് പ്രവർത്തന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, ഓപ്പറേഷണൽ ഫ്രീഡം ഓർ മാനേജ്മെൻറ്റ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം, മാനേജ്മെൻറ്റ് എങ്ങനെ വരുന്നത്? ഇവയുടെ മാനേജ്മെൻറ്റിൽ സർക്കാർ നിയന്ത്രണവും ഇടപെടലുകളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ ഷെയറുകൾ 51%, പകുതിയിലധികം സർക്കാരിൻ്റെ കൈവശമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ സർക്കാർ നിയന്ത്രണവും ഇടപെടലുകളും ഉണ്ടാവുന്നതാണ്.
ഉദ്യോഗസ്ഥന്മാരെ മാനേജ്മെന്റിനെയും നിയമിക്കുന്നതിലും നിയമനങ്ങളിലും നയപരമായ തീരുമാനങ്ങളിലും സർക്കാരിൻ്റെ സ്വാധീനം പ്രകടമായിരിക്കും. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എങ്ങനെയായിരിക്കും? ഇവക്ക് പ്രവർത്തനത്തിലും മാനേജ്മെന്റിലും കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ ഇതിൽ ഉണ്ടാവുകയില്ല. വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് വേഗത്തിൽ തീരുമാനമെടുക്കുവാനും മാറ്റങ്ങൾ വരുത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യനാണ് വരുന്നത്. സുരക്ഷയും നയങ്ങളും, ജോബ് സെക്യൂരിറ്റി ആൻഡ് പോളിസീസ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെ വരുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ താരതമ്യേന ഉയർന്ന തൊഴിൽ സുരക്ഷയും മികച്ച ആനുകൂല്യങ്ങളും, അതായത് പെൻഷൻ, മെഡിക്കൽ ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാകുന്നതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ. എന്നാൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിൽ സുരക്ഷ പൊതുമേഖലയെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. ജീവനക്കാരുടെ പ്രകടനത്തെയും സ്ഥാപനത്തിൻ്റെ ലാഭക്ഷമതയെയും ആശ്രയിച്ചായിരിക്കും തൊഴിലിൻ്റെ നിലനിൽപ്പ്. കൂടുതൽ ലാഭമുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ തൊഴിലാളികളെ നിലനിർത്തി കൊണ്ടുപോകും. അല്ല, സ്ഥാപനം നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ തൊഴിലാളികളെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ലാഭം, അതുപോലെ ജീവനക്കാരുടെ പ്രകടനം, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും തൊഴിലിൻ്റെ നിലനിൽപ്പ് ഉണ്ടാവുക. ഇവിടെ വേതനവും പ്രോത്സാഹനങ്ങളും പലപ്പോഴും ഓരോ തൊഴിലാളിയുടെയും പ്രകടനത്തെ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പബ്ലിക് കമ്പനിയുടെയും അതുപോലെ തന്നെ പ്രൈവറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുടെയും വ്യത്യാസങ്ങളായിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 49ാമത്തെ ക്വസ്റ്റ്യനാണ്. റോട്രക്സ് ലിമിറ്റഡ് ഹാസ് ഹയേർഡ് 2000 ബിസിനസ് ഫോർ ദ ഡിഫറെൻറ്റ് റൂട്ട്സ് ഫോർ ദ പാസഞ്ചേഴ്സ് ഓഫ് മെട്രോപോളിറ്റൻ സിറ്റി. In order to fill vacancies, it advertised in newspaper and a large number of applicants applied for the same. ഇവിടെ വരുന്നത് മെട്രോപൊളിറ്റൻ നഗരത്തിലെ യാത്രക്കാർക്കായി വിവിധ റൂട്ടുകളിലായി റോട്രക്സ് എന്ന് പറയുന്ന കമ്പനി 2000 ബസ്സുകൾ വാടകയ്ക്കെടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വാടകയ്ക്കെടുത്ത ബസ്സുകൾ അതിൽ വരുന്ന ഒഴിവുകൾ, ഡ്രൈവേഴ്സിന് മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള ഒഴിവുകൾ നികത്തുവാൻ വേണ്ടി പത്രങ്ങളിൽ പരസ്യങ്ങൾ നൽകുകയും അത് പ്രകാരം ധാരാളം അപേക്ഷകൾ വരികയും ചെയ്തു. ഇനി ചോദ്യം ഇതാണ്: ഏറ്റവും മികച്ച തൊഴിലാളികളെ കണ്ടെത്തി തിരഞ്ഞെടുക്കുന്നതിന് കമ്പനി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏറ്റെടുക്കേണ്ടതുണ്ട്. പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ 5 ഘട്ടങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് ഇതിൽ ചോദിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ 5 സ്റ്റെപ്സ്, 5 സ്റ്റെപ്പുകൾ ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. എക്സാമിന് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക, വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. അവസാനത്തെ 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യനുകൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളൊന്നും നോക്കേണ്ട, അതിൻ്റെ അവസാന ഭാഗം നോക്കിയാൽ മതി. ഇതിൻ്റെ ഏത് കാര്യമാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി ഉത്തരം എഴുതാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും അതിലെ ആദ്യത്തെ 5 സ്റ്റെപ്സുമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇതിൽ സെലക്ഷൻ പ്രോസസ്സിൻ്റെ 1ാമത്തെ ഘട്ടം വരുന്നത് പ്രാഥമിക അഭിമുഖം അല്ലെങ്കിൽ പ്രാഥമിക സൂക്ഷ്മ പരിശോധന, പ്രിലിമിനറി ഇൻ്റർവ്യൂസ്, ഇനീഷ്യൽ സ്ക്രീനിങ് എന്നുള്ളതാണ് 1ാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇതിൽ പ്രാഥമിക അഭിമുഖത്തിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്? വലിയ തോതിലുള്ള അപേക്ഷകൾ ലഭിക്കുമ്പോൾ ഏറ്റവും യോഗ്യരായവരെ തിരഞ്ഞെടുക്കുന്നതിനും യോഗ്യരല്ലാത്തവരെ ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 2ാമത്തെ സ്റ്റെപ്പിലേത് വരുന്നത്? അപേക്ഷാ ഫോറം സ്വീകരിക്കൽ, റിസീവിങ് ആപ്ലിക്കേഷൻ. അപേക്ഷാ ഫോം സ്വീകരിക്കലാണ് 2ാമത്തെ സ്റ്റെപ്പ് വരുന്നത്. പ്രാഥമിക സൂക്ഷ്മ പരിശോധനയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് സമർപ്പിക്കുവാനുള്ള അവസരം നൽകുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ സ്റ്റെപ്പാണ് തെരഞ്ഞെടുപ്പ് പരീക്ഷകൾ, സെലക്ഷൻ ടെസ്റ്റുകളാണ് 3ാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. അപേക്ഷാ ഫോമുകൾ പരിശോധിച്ച്
ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അപേക്ഷകരുടെ കഴിവുകൾ, അഭിരുചി, വ്യക്തിത്വം, ജോലിയുമായുള്ള ബന്ധപ്പെട്ട അറിവ് തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുവാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത രീതിയിലുള്ള പരീക്ഷകൾ നടത്തുന്നതാണ്. ഈ 5 രീതിയിലുള്ള പരീക്ഷകളാണ് നമ്മൾ താഴെ പറയുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് വരുന്നത് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. അഭിരുചി പരീക്ഷയാണ് വരുന്നത്. ഒരു പ്രത്യേക ജോലി പഠിക്കുവാനുള്ള അപേക്ഷകന്റെ സാധ്യതയും കളവുമാണ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് മറ്റൊരു ടെസ്റ്റാണ് ബുദ്ധി പരീക്ഷ. ഇൻ്റലിജൻസ് ടെസ്റ്റാണ് ബുദ്ധി പരീക്ഷ. പൊതുവായ ബുദ്ധിശക്തി, ഓർമ്മശക്തി, യുക്തിചിന്താശേഷി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അളക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. നെക്സ്റ്റ് വരുന്നത് സി ആണ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, വ്യക്തിത്വ പരീക്ഷ. അപേക്ഷകന്റെ സ്വഭാവ സവിശേഷതകൾ, മനോഭാവം, സാമൂഹിക ഇടപെടൽ എന്നിവ വിലയിരുത്തുവാൻ വേണ്ടിയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നത്. നെക്സ്റ്റ് നാലാമത്തത് വരുന്നത് പ്രാവീണ്യ പരീക്ഷയാണ്. നാലാമത്തത് വരുന്നത് അതെന്താണ്? ഒരു പ്രത്യേക ജോലി ചെയ്യുവാനുള്ള അപേക്ഷകന്റെ നിലവിലുള്ള അറിവും വൈദഗ്ധ്യവും പരിശോധിക്കുവാൻ വേണ്ടിയാണ് പ്രാവീണ്യ പരീക്ഷ നടത്തുന്നത്. ഓക്കെ, അപ്പം ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ സ്റ്റെപ്പാണ്. അതിൽ വരുന്നത് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ, തൊഴിൽ അഭിമുഖമാണ് വരുന്നത്. ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നടത്തിയ പരീക്ഷകളിൽ വിജയിച്ച അപേക്ഷകരുമായി ഒരു മുഖാമുഖം നേരിട്ട് സംസാരിച്ചു കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അവരുടെ ആശയവിനിമയ ശേഷി, ആത്മവിശ്വാസം, ശാരീരിക ഭാഷ എന്നിവ വിലയിരുത്തുന്ന ഘട്ടമാണ് തൊഴിൽ അഭിമുഖം, എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്ന നാലാമത്തെ ഘട്ടത്തിൽ വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ വരുന്ന അഞ്ചാമത്തെ, ഏകദേശം ഉള്ള അവസാനത്തെ ഘട്ടമാണ് അഞ്ചാമത്തെ ഘട്ടം. അതിൽ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ചെക്സ് ആൻഡ് റെഫറൻസ് ചെക്സ്, അതായത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുകയും റെഫറൻസ് പരിശോധനയുമാണ് അഞ്ചാമത്തെ ഘട്ടത്തിൽ വരുന്നത്. അപേക്ഷകർ നൽകിയ വിവരങ്ങളുടെ സത്യസന്ധമായ കാര്യങ്ങൾ ആണെന്ന് ഉറപ്പുവരുത്തുന്നതിനും അവരുടെ മുൻകാല പെരുമാറ്റം, തൊഴിൽ പരിചയം എന്നിവയെക്കുറിച്ച് അറിയുന്നതിനുള്ള ഘട്ടമാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. അവരുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, എക്സ്പീരിയൻസ് ഒക്കെ നൽകിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ നൽകിയ സർട്ടിഫിക്കറ്റ് എല്ലാം കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുക. അതുപോലെ അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഈ കാര്യങ്ങളാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. പിന്നെ ഇതിന് ശേഷം വരുന്നതാണ് തൊഴിലാളിയെ സെലക്ട് ചെയ്ത് അവർക്കുള്ള അപ്പോയിൻമെന്റ് ലെറ്റർ നൽകുക, അതുപോലെ തൊഴിലാളിക്കുള്ള പരിശീലനം നൽകുക, തൊഴിലാളിക്കുള്ള സാലറി നിശ്ചയിക്കുക, പിന്നെ തൊഴിലാളിയെ നിയമിക്കുക. ഈ കാര്യങ്ങളാണ് ഇതിന് ശേഷം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 5 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഏറ്റവും മികച്ച അപേക്ഷകരെ തിരഞ്ഞെടുത്ത് അവർക്ക് ജോബ് ഓഫർ നൽകുന്നതിലേക്ക് കമ്പനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് നേരത്തെ പോലെ തന്നെ 49ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ബി ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ നരേഷ് റീസെൻ്റ്ലി കംപ്ലീറ്റഡ് ഹിസ് MBA ഫ്രം വൺ ഓഫ് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. He has been appointed as a human resource manager in a truck manufacturing company. The company has 1,500 employees and has expansion plan in hand that may require additional 500% for various type of jobs. Naresh has been given the complete charge of company's human resource department, HR department. List out any 5 specialized activities that Naresh is supposed to perform as the human resource manager of the company. അതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. നരേഷ് അടുത്തിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതായത് HRM നിന്ന് MBA പൂർത്തിയാക്കിയ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ജോലിക്ക് കയറിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ട്രക്ക് മാനുഫാക്ചറിങ് കമ്പനിയിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജറായി നിയമിതനായി. കമ്പനിയിൽ 1500 ജീവനക്കാരുണ്ട്. വിവിധ തരം ജോലികൾക്കായി 500 പേരെ കൂടി ആവശ്യമായി വന്നേക്കാവുന്ന വിപുലീകരണ പദ്ധതിയും അദ്ദേഹത്തിന് കയ്യിലുണ്ട്. അപ്പം ഇങ്ങനെ
കമ്പനിയുടെ ഹ്യൂമൻ റിസോഴ്സ് വകുപ്പിൽ പൂർണ്ണ ചുമതല നരേശന് നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന നിലയിൽ നരേശ് നിർവഹിക്കേണ്ട 5 പ്രത്യേകമാക്കപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വലുതാണെങ്കിൽ പോലും അതിൻ്റെ അവസാന ഭാഗത്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, HRM എന്ന് പറയും. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ തൊഴിലാളികളെ കണ്ടെത്തുക, അവർക്ക് പരിശീലനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നൽകുക. ആ ഡിപ്പാർട്ട്മെൻ്റാണ് HRM എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന നിലയിൽ നരേശ് നിർവഹിക്കേണ്ട 5 പ്രത്യേക പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ്? അവയെക്കുറിച്ചാണ് ഇനി ഇതിൻ്റെ ആൻസർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം വരുന്നത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെൻറ്റ് അതുപോലെ സെലക്ഷൻ. കമ്പനിയുടെ വികസന പദ്ധതികൾക്ക് ആവശ്യമായ അധിക ജീവനക്കാരെ, അതായത് നമ്മൾ 500 ജോലിക്കാരെ വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ തൊഴിലാളികളെ കണ്ടെത്തുകയും നിയമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്ന്. അപ്പോൾ ഒന്നാമത്തെ കാര്യം വരുന്നത് റിക്രൂട്ട്മെൻറ്റും തെരഞ്ഞെടുപ്പുമാണ് വരുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വരുന്നത് വിവിധ തസ്തികകളിലേക്ക് ആവശ്യമായ യോഗ്യതകൾ അതുപോലെ കഴിവുകൾ നിർവചിക്കുക. ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിലും അതുപോലെ ഓരോ പൊസിഷനിലേക്കാണെങ്കിലും ഏതെല്ലാം തൊഴിലാളികളെയാണ് വേണ്ടത്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ്, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര ആളുകളെ വേണം, അതിൻ്റെ എണ്ണം നിർണ്ണയിക്കുക, യോഗ്യത ക്വാളിഫിക്കേഷനൊക്കെ നോക്കലാണ് റിക്രൂട്ട്മെൻറ്റിൽ വരുന്നത്. ഇനി അതേപോലെ അപേക്ഷകരെ ആകർഷിക്കുന്നതിനായി സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്യങ്ങൾ നൽകുക. പരസ്യങ്ങൾ എങ്ങനെയൊക്കെ നൽകാം? പത്രങ്ങൾ, ഓൺലൈൻ പോർട്ടലുകൾ, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയ മേഖലകളിലൂടെയെല്ലാം റിക്രൂട്ട്മെൻറ്റും തെരഞ്ഞെടുപ്പും നടത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി ഇങ്ങനെ ലഭിക്കുന്ന അപേക്ഷകൾ സൂക്ഷ്മമായി പരിശോധിച്ച് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിയമന ഉത്തരവുകൾ, അതായത് ഓഫർ ലെറ്റർ, നമ്മൾ നേരത്തെ സെലക്ഷൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതായത് HRM എന്നുള്ള നിലക്ക് ഇവിടെ ചെയ്യേണ്ട ഒന്നാമത്തെ ജോലി റിക്രൂട്ട്മെൻറ്റും അതുപോലെ തന്നെ സെലക്ഷനുമാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് രണ്ടാമത്തെ കാര്യമാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. പരിശീലനവും വികസനവുമാണ് രണ്ടാമത്തെ കാര്യം വരുന്നത്. പുതുതായി വരുന്ന ജീവനക്കാർക്ക് നിലവിലുള്ള ജീവനക്കാർക്കും കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്കും പുതിയ സാങ്കേതിക വിദ്യകൾക്കും അനുസരിച്ചുള്ള പരിശീലനങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. ജീവനക്കാരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കുന്നതിനുമുള്ള പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം HR മാനേജർ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ് തൊഴിലാളികൾക്കുള്ള പരിശീലനം നൽകലും അവരെ വികസിപ്പിച്ചെടുക്കലും. ഇനി നെക്സ്റ്റ് വരുന്ന കാര്യമാണ് മൂന്നാമത്തത് പ്രകടനം വിലയിരുത്തുക. പെർഫോമൻസ് അപ്രൈസൽ. പ്രകടനം വിലയിരുത്തുക. ജീവനക്കാരുടെ പ്രകടനം അളക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, അതായത് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് വികസിപ്പിക്കണം. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു തൊഴിലാളി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരം എത്ര ജോലിയാണ് എടുക്കേണ്ടത്, എത്ര ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കേണ്ടത് എന്നുള്ള കണക്കെടുക്കുക. അതിനെയാണ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ജീവനക്കാരുടെ പ്രകടനം കൃത്യമായി വിലയിരുത്തുകയും അവർക്ക് വളരുവാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യേണ്ടത് HR മാനേജറുടെ ഉത്തരവാദിത്തമാണ്. നല്ല പ്രകടനം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും മോശം പ്രകടനം നടത്തുന്ന തൊഴിലാളികളെ അവരെ മെച്ചപ്പെടുത്തുവാനുള്ള വഴികളും കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം HR മാനേജർക്കാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നാലാമത്തെ കാര്യമാണ് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും. ജീവനക്കാർക്ക് ന്യായമായ ശമ്പളം നൽകുക, മറ്റ് ആനുകൂല്യങ്ങൾ നൽകുക എന്നിവ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ജീവനക്കാരെ കമ്പനിയിൽ നിലനിർത്തുവാൻ സഹായിക്കുന്നതാണ്. മാത്രമല്ല ശമ്പളത്തിന് പുറമെയുള്ള ബോണസ്, ഇൻസെൻറ്റീവുകൾ, ഓവർ ടൈം പേയ്മെൻറ്റ് തുടങ്ങിയ പ്രോത്സാഹന പദ്ധതികൾ രൂപീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ്, പെൻഷൻ പ്ലാനുകൾ, മറ്റുള്ള ആനുകൂല്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വേണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്യേണ്ടത് HR മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഇനി അഞ്ചാമതൊരു കാര്യം പറയുന്നത് ജീവനക്കാരുമായുള്ള ബന്ധം, എംപ്ലോയി റിലേഷൻസ്. ജീവനക്കാർക്ക് ആരോഗ്യകരവും സുരക്ഷിതവുമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുകയും
തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കുകയും ചെയ്യേണ്ടത് ഒരു HR മാനേജറുടെ ചുമതലയാണ്. ജീവനക്കാരുടെ പരാതികളും മറ്റുള്ള പ്രശ്നങ്ങൾ കേൾക്കുകയും അവക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക. അതുപോലെ കമ്പനിയിൽ തൊഴിലാളി യൂണിയനുകൾ ഉണ്ടെങ്കിൽ യൂണിയനുകളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് തൊഴിലാളികളെയൊക്കെ ഒന്നിച്ച് കൊണ്ടുപോവുക എന്നുള്ള ഉത്തരവാദിത്തങ്ങളും HR മാനേജർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളാണ് ഒരു HR മാനേജറുടെ ചുമതലകളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. 50-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 50-ാമത്തെ ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 50A ഓപ്ഷനിൽ വരുന്നുണ്ട്. ഇവിടെ കമ്പനി റിക്വയർസ് ₹2 crore ഫോർ ഇൻവെന്ററി, പേയ്മെന്റ് ഓഫ് വേജസ്, മെയിൻ്റെനിങ് ബാങ്ക്, അതുപോലെ മെയിൻ്റെനിങ് ബാങ്ക് ബാലൻസ് എക്സെട്ര. ഇവിടെ ഇൻവെന്ററി, അതുപോലെ വേതനം നൽകുക, ബാങ്ക് ബാലൻസ് നിലനിർത്തി കൊണ്ടുപോകുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനിക്ക് 2 കോടി രൂപ ആവശ്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് എക്സ്പ്ലെയിൻ വിച്ച് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ദ കമ്പനി മേ അപ്രോച്ച് ആൻഡ് വൈ. എക്സ്പ്ലെയിൻ എനി 4 ഇൻസ്ട്രുമെന്റ് ടു റേസ് ഫിനാൻസ് ഇൻ ദാറ്റ് മാർക്കറ്റ്സ്. 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. കമ്പനി ഏത് സാമ്പത്തിക വിപണിയെയാണ് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് സമീപിക്കേണ്ടത്, അതിനുള്ള കാരണം എന്താണ്, അതുപോലെ ഈ വിപണിയിൽ ധനസമാഹരണത്തിനുള്ള ഏതെങ്കിലും 4 ഇൻസ്ട്രുമെന്റുകൾ, അവിടെയുള്ള ഉപകരണങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇവിടെ പ്രധാനമായിട്ടും ഇവർക്ക് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള പണം ശേഖരിക്കുവാൻ വേണ്ടി സമീപിക്കുന്നത് മണി മാർക്കറ്റിനെയാണ്. പണവിപണി, മണി മാർക്കറ്റിനെയാണ് സമീപിക്കുന്നത്. ഈ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്രസ്വകാല ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് മണി മാർക്കറ്റ്. അതായത് 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ള കടപ്പത്രങ്ങളും വായ്പകളുമാണ് ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വിപണിയാണ് പണവിപണി എന്ന് പറയുന്നത്, മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പണവിപണിയിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ട്രഷറി ബില്ലുകളാണ് വരുന്നത്. ഒന്നാമത്തത് ട്രഷറി ബിൽസ് ആണ്. കേന്ദ്ര സർക്കാർ ഹ്രസ്വകാല ആവശ്യങ്ങൾക്കായി പണം സമാഹരിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്രഷറി ബില്ലുകൾ. ഇവ ഇന്ത്യൻ റിസർവ് ബാങ്ക്, RBI അറിയാലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സർക്കാരിന് വേണ്ടി പുറത്തിറക്കുന്നത്. സാധാരണയായി ഇവിടെ 91 ദിവസം, 182 ദിവസം, 364 ദിവസം എന്നിങ്ങനെയാണ് ഇവിടുത്തെ കാലാവധി. അതായത് 3 മാസം, 6 മാസം, 1 വർഷം ഇങ്ങനെയുള്ള ഇടവേളകൾ വെച്ചുകൊണ്ടാണ്, കാലം വെച്ചുകൊണ്ടാണ് ട്രഷറി ബില്ലുകൾ പുറപ്പെടുവിക്കുന്നത്. ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കമ്പനികൾ, വ്യക്തികൾ തുടങ്ങിയവരാണ് ഈ ട്രഷറി ബില്ലുകൾ വാങ്ങുന്നത്. ഒന്നാമത്തെ കാര്യം ട്രഷറി ബില്ലുകളാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ്, രണ്ടാമത്തതാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, വാണിജ്യ പേപ്പറുകളാണ് രണ്ടാമത്തത് വരുന്നത്. ഉയർന്ന ക്രെഡിറ്റ് യോഗ്യതയുള്ള വലിയ കോർപ്പറേഷനുകൾക്കും പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഹ്രസ്വകാലത്തേക്ക് ഫണ്ട് സമാഹരിക്കാൻ നേരിട്ട് പുറത്തിറക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിതമല്ലാത്ത ഒരു പ്രോമിസറി നോട്ടുകളെയാണ് കൊമേഴ്ഷ്യൽ പേപ്പറുകൾ എന്ന് പറയുന്നത്. ഈ കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ കാലാവധി 7 ദിവസം മുതൽ 1 വർഷം വരെയാണ്. അതായത് ഒരാഴ്ച മുതൽ 1 വർഷം വരെയാണ് കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ കാലാവധിയായിട്ട് വരുന്നത്. ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഹ്രസ്വകാല ഫണ്ടുകൾ കണ്ടെത്തുവാൻ കമ്പനികളെ കൊമേഴ്ഷ്യൽ പേപ്പറുകൾ സഹായിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് കോൾ മണിയാണ് മൂന്നാമത്തത് വരുന്നത്. അതായത് ഇവ വളരെ ഹ്രസ്വകാലത്തേക്കുള്ള വായ്പകളാണ് കോൾ മണി എന്ന് പറയുന്നത്. പ്രധാനമായും ബാങ്കുകൾക്ക് ഇടയിലുള്ള കോൾ മണികൾ. ഇത് ബാങ്കുകൾക്ക് തങ്ങളുടെ ദിവസേനയുള്ള പണത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റുവാൻ വേണ്ടിയാണ് ഇത് സഹായിക്കുന്നത്. കോൾ മണി അത് ആവശ്യമുള്ളപ്പോൾ ഫണ്ട് ശേഖരിക്കുകയും ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്നതുമാണ് കോൾ മണി എന്ന് പറയുന്നത്. ഇവിടെ 1 ദിവസത്തേക്ക് മാത്രമുള്ള വായ്പകൾ ആവശ്യം വരുമ്പോൾ തിരികെ വിളിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിന്റെ കാലാവധി 2 ദിവസം മുതൽ 14 ദിവസം വരെയുള്ള വായ്പകളാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കോൾ മണി ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ്
നാലാമത്തതാണ് നിക്ഷേപ സർട്ടിഫിക്കറ്റുകളാണ് നാലാമത്തത് വരുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ. ബാങ്കുകൾക്കും ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും ഹ്രസ്വകാലത്തേക്ക് വലിയ തുക സമാഹരിക്കുവാൻ പുറത്തിറക്കാവുന്ന ഒരു കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണങ്ങളാണ് നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ കാലാവധി ബാങ്കുകൾക്ക് 7 ദിവസം മുതൽ 1 വർഷം വരെയും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് 1 വർഷം മുതൽ 3 വർഷം വരെ കാലാവധിക്ക് വേണ്ടിയിട്ട് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് CD എന്ന് പറയട്ടെ, CDs നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അഞ്ചാമത്തതാണ് വാണിജ്യ ബില്ലുകൾ, കൊമേഴ്സ്യൽ ബിൽസ്. സാധനങ്ങൾ കടമായി വിൽക്കുമ്പോൾ അതുപോലെ വിൽക്കുന്ന സമയത്ത് സാധനങ്ങൾ കടം വാങ്ങിയ ആൾ നൽകുന്ന ഉറപ്പാണ് വാണിജ്യ ബില്ലുകൾ. ഇപ്പോൾ ബിസിനസ്സിൽ പ്രധാനമായിട്ടും കൂടുതൽ കച്ചവടം നടക്കുന്നത് കടത്തിനായിരിക്കും. അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങിയ ആൾ കടമായി വിൽക്കുമ്പോൾ സാധനം വാങ്ങിയ ആൾ നൽകുന്ന ഉറപ്പാണ് വാണിജ്യ ബില്ലുകൾ എന്ന് പറയുന്നത്. ഇത് വ്യാപാര ഇടപാടുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഹ്രസ്വകാല ബില്ലുകളാണ് വാണിജ്യ ബില്ലുകൾ. സാധനങ്ങൾ വിറ്റയാൾക്ക് ഉടനടി പണം ആവശ്യമാണെങ്കിൽ ഈ ബിൽ ബാങ്കിന് ഡിസ്കൗണ്ടിൽ വിറ്റ് പണം വാങ്ങാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യമായി കഴിഞ്ഞാൽ ഈ ബില്ല് എന്ത് ചെയ്യാം, ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം. അവിടെ ഡിസ്കൗണ്ട് ചെയ്ത് ബില്ല് അതിലുള്ള ക്യാഷ് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും, നമുക്ക് വാങ്ങാൻ പറ്റും. ഇവിടെ ഇതിന്റെ കാലാവധി എത്തുന്ന സമയത്ത് ബാങ്ക് പണം കൊടുക്കേണ്ട ഇയാളിൽ നിന്ന് പണം ഈടാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പണം തരാനുള്ള ആളുണ്ടല്ലോ, അദ്ദേഹം ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് പണം തരേണ്ട ആവശ്യമില്ല, ആ പണം ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ബില്ലാണ് വാണിജ്യ ബില്ലുകൾ എന്ന് പറയുന്നത്. ഈ ഉപകരണങ്ങൾ സാമ്പത്തിക സ്ഥാപനങ്ങളെയും കമ്പനികളെയും വ്യക്തികളെയും അവരുടെ ഹ്രസ്വകാല പണപരമായ ആവശ്യങ്ങളും അതുപോലെ മിച്ചവും കൈകാര്യം ചെയ്യുവാൻ സഹായിക്കുന്നതാണ്. ഇതുവഴി സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു ദ്രവ്യത, ലിക്വിഡിറ്റി നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് മണി മാർക്കറ്റിന്റെ ഇൻസ്ട്രുമെന്റ്സുകളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 50-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 50-ാമത്തെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ബി, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ്സ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് 5 പോയിന്റ്സ്. ഏതെങ്കിലും 5 പോയിന്റുകൾ അടിസ്ഥാനത്തിൽ പ്രാഥമിക വിപണി, ദ്വിതീയ വിപണിയെ കുറിച്ച് വേർതിരിക്കാനാണ്. അതിൻ്റെ ആൻസറിലേക്ക് വരൂ. ആൻസർ നോക്കൂ. മൂലധന വിപണി, ക്യാപിറ്റൽ മാർക്കറ്റിലെ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് പ്രാഥമിക വിപണി, അതായത് പ്രൈമറി മാർക്കറ്റ്, അതുപോലെ സെക്കൻഡറി വിപണി, ദ്വിതീയ വിപണി എന്ന് പറയുന്നത്. ഈ 2 വിപണികളും സെക്യൂരിറ്റികളുടെ കാര്യത്തിൽ, സെക്യൂരിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹരികൾ, ബോണ്ടുകൾ തുടങ്ങിയ കാര്യത്തിൽ വ്യാപാരത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അവയുടെ പ്രവർത്തന രീതിയിലും അതുപോലെ ലക്ഷ്യങ്ങളിലും വ്യത്യസ്തങ്ങളായ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അവയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ആദ്യം വരുന്നത്, ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇടപാടിൻ്റെ സ്വഭാവം, നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, ഇടപാടിൻ്റെ സ്വഭാവമാണ് ഒന്നാമത്തത് പറയുന്നത്. പ്രാഥമിക വിപണിയിൽ ഇവിടെ പുതിയ സെക്യൂരിറ്റികൾ ആദ്യമായി വിപണിയിൽ ഇറക്കുകയും നിക്ഷേപകർക്ക് വിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒന്നാമത്തെ കാര്യം വരുന്നത് പ്രാഥമിക വിപണിയിൽ അതായത് പുതിയ കമ്പനിയുടെ അല്ലെങ്കിൽ പുതിയ ഷെയറുകളാണ് പ്രാഥമിക വിപണിയിൽ വരുന്നത്. കമ്പനികൾക്ക് പുതിയ മൂലധനം സമാഹരിക്കുവാനുള്ള വേദിയാണ് പ്രാഥമിക വിപണി. എന്നാൽ പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റിൽ, ദ്വിതീയ വിപണിയിൽ വരുന്നത് മുമ്പ് ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റികളാണ്. നിക്ഷേപകർക്ക് പരസ്പരം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദ്വിതീയ വിപണി വരുന്നത്. മനസ്സിലായല്ലോ? ഒന്നാമത്തത് പ്രാഥമിക വിപണിയിൽ പുതിയ ഷെയറുകളാണ് അവിടെ വിൽക്കുന്നത്, ദ്വിതീയ വിപണിയിൽ സെക്കൻഡറി ഷെയറുകളാണ് വിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തത് ധനപ്രവാഹം, ഫ്ലോ ഓഫ് ഫണ്ട്സ്. ധനപ്രവാഹം എങ്ങനെ വരുന്നത്? പ്രാഥമിക വിപണിയിൽ ഈ വിപണിയിൽ നിന്ന് സമാഹരിക്കുന്ന പണം നേരിട്ട് സെക്യൂരിറ്റികൾ പുറത്തിറക്കുന്ന കമ്പനിയിലേക്കാണ് പോകുന്നത്. അതായത് കമ്പനിയും വ്യക്തികളും തമ്മിലാണ് പ്രാഥമിക വിപണിയിൽ പണത്തിൻ്റെ കൈമാറ്റം നടക്കുന്നത്. എന്നാൽ കമ്പനികൾക്ക് പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നതിനും
ബിസിനസ് വികസിപ്പിക്കുന്നതിനും ഇത് സഹായകമാണ്. എന്നാൽ ദ്വിതീയ വിപണിയിലാണെങ്കിൽ ഇവിടെ നടക്കുന്ന വ്യാപാരത്തിലൂടെയുള്ള പണം നിക്ഷേപകർക്കിടയിലാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഷെയർ എ എന്ന് പറയുന്ന വ്യക്തി എടുത്തിട്ടുണ്ട്. ഇനി അവന് ആർക്കാണ് കൊടുക്കുന്നത്? ബി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും പണം എവിടേക്ക് വരുന്നില്ല? കമ്പനിയിലേക്ക് വരുന്നില്ല. കമ്പനിക്ക് എ എന്ന് പറയുന്ന സമയത്ത് കമ്പനിക്ക് ഷെയർ കിട്ടിയിട്ടുണ്ട്, എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വ്യക്തികൾ തമ്മിലാണ് ഇതിന്റെ പണ കൈമാറ്റവും ഷെയറിന്റെ കൈമാറ്റവും നടക്കുന്നത്. കമ്പനിയിലേക്ക് പണം വരുന്നില്ല എന്നർത്ഥം. ഇനി കമ്പനിക്ക് ഈ ഇടപാടിൽ നിന്ന് നേരിട്ട് പണം ലഭിക്കുന്നില്ല. കാരണം ഓഹരികൾ കൈമാറ്റം ചെയ്യുന്നത് നിലവിലുള്ള നിക്ഷേപർ തമ്മിലാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം നോക്കൂ. മൂന്നാമത്തത് വില നിർണയം, പ്രൈസ് ഡിറ്റർമിനേഷൻ. പ്രാഥമിക വിപണിയിൽ സെക്യൂരിറ്റികളുടെ വില സാധാരണയായി ഇഷ്യൂ ചെയ്യുന്ന കമ്പനികളും അതിനെ സഹായിക്കുന്ന അണ്ടർ റൈറ്റർമാരുമാണ് നിശ്ചയിക്കുന്നത്. കമ്പനിയുടെ ഷെയറിന്റെ സെക്യൂരിറ്റികളുടെ വില നിശ്ചയിക്കുന്നത് ആരായിരിക്കും? കമ്പനിയാണ് നിശ്ചയിക്കുന്നത്. എന്നാൽ ദ്വിതീയ വിപണിയിൽ ഇവിടെ സെക്യൂരിറ്റികളുടെ വില ചോദനത്തെയും ലഭ്യതയെയും, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയാമല്ലോ, ചോദനം, ആവശ്യകത, ലഭ്യത, ഇവയെ അടിസ്ഥാനമാക്കിയിട്ട് നിരന്തരം മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ ഷെയറുകൾ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ഷെയറിന്റെ മൂല്യം കൂടുകയും ആവശ്യക്കാർ കുറവാണെങ്കിൽ ഷെയറിന്റെ മൂല്യം കുറയുകയും ചെയ്യുന്നതാണ്. അതുപോലെ കമ്പനിയുടെ പ്രകടനം, സാമ്പത്തിക വാർത്തകൾ, നിക്ഷേപകരുടെ മനോഭാവം എന്നിവയ്ക്ക് അനുസരിച്ച് ഷെയറിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്ന നാലാമത്തെ കാര്യം പാർട്ടിസിപ്പൻസ്. ഇതിൽ വരുന്ന പങ്കാളികളെ കുറിച്ച് പറയാണ്. പ്രാഥമിക വിപണിയിൽ വരുന്നത് പ്രധാനമായും സെക്യൂരിറ്റികൾ പുറത്തിറക്കുന്ന കമ്പനിയും അവയിൽ ആദ്യമായി നിക്ഷേപം നടത്തുന്ന നിക്ഷേപകരുമായിരിക്കും പ്രധാനമായിട്ടും പ്രാഥമിക വിപണിയിലെ പങ്കാളികളായി വരുന്നത്. എന്നാൽ ദ്വിതീയ വിപണിയിൽ ഇവിടെ നിലവിലുള്ള നിക്ഷേപകർ തമ്മിലാണ് പ്രധാനമായിട്ട് വ്യാപാരം നടക്കുന്നത്. അതുകൊണ്ട് ബ്രോക്കർമാർ, ഡീലർമാർ തുടങ്ങിയ ഇടനിലക്കാർ ഈ വ്യാപാരം സുഗമമാക്കുന്നു. കമ്പനിക്ക് ഈ വിപണിയിൽ നേരിട്ട് പങ്കാളിത്തവും ലഭിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രാഥമിക വിപണിയും ദ്വിതീയ വിപണിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളായിട്ട് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ എനി 5 ഫോംസ് ഇൻ വിച്ച് സ്മോൾ ബിസിനസ് ക്യാൻ ഓപ്പറേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ചെറുകിട ബിസിനസ്സുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഏതെങ്കിലും 5 രൂപങ്ങൾ വിശദീകരിക്കുക. അതിൽ ഫസ്റ്റ് വൺ വരുന്നത്, ഒന്നാമത്തത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഏക ഉടമസ്ഥത അവകാശം. ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഒരു ബിസിനസ് നടത്തുകയും അതിൻ്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുകയും ചെയ്യുന്ന രൂപമാണ് ഏക ഉടമസ്ഥത അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും ലളിതവും എളുപ്പത്തിൽ ആരംഭിക്കാവുന്നതുമായ ബിസിനസ്സാണ് ഏക ഉടമസ്ഥത സ്ഥാപനമായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന സ്ഥാപനമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഏകാംഗ വ്യാപാരം. അതിൻ്റെ സവിശേഷതകൾ ഒറ്റ നോട്ടത്തിൽ നോക്കി പോകാം. ഒറ്റ ഉടമ ഒരാൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ രജിസ്ട്രേഷൻ, നിയന്ത്രണം, ഈ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ മറ്റൊരു പോരായ്മ വരുന്നത് അൺലിമിറ്റഡ് ബാധ്യതയാണ്. കമ്പനിക്ക് എത്രയാണോ നഷ്ടം വന്നിട്ടുള്ളത് അതിൻ്റെ മുഴുവൻ ബാധ്യതയും ആ ഒരൊറ്റ വ്യക്തി ഏറ്റെടുക്കേണ്ടി വരും. ഇതിന് ഉദാഹരണങ്ങൾ ചെറിയ പലചരക്ക് കടകൾ, അതുപോലെ പ്രാദേശികമായിട്ടുള്ള ബ്യൂട്ടി പാർലറുകൾ, ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് ഇതിന് ഉദാഹരണമായി വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കൂ. രണ്ടാമത്തത് പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്ത സ്ഥാപനമാണ് മറ്റൊന്ന്. ഇവിടെ 2ഓ അതിലധികമോ വ്യക്തികൾ ഒരുമിച്ച് ഒരു ബിസിനസ് നടത്തുവാൻ സമ്മതിക്കുകയും ലാഭം അവർ തമ്മിൽ പങ്കിട്ടെടുക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന സ്ഥാപനത്തെയാണ് എന്ത് പറയുന്നത്? പങ്കാളിത്ത സ്ഥാപനം എന്ന് പറയുന്നത്. അവിടെ മിനിമം 2 പേരെങ്കിലും, ഒന്നിലധികം ആളുകൾ നടത്തുന്ന സ്ഥാപനമാണ് പങ്കാളിത്ത സ്ഥാപനം. ഇത് ഇന്ത്യൻ പങ്കാളിത്ത നിയമം 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഇത് നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നതാണ്, ഇന്ത്യയുടെ പങ്കാളിത്ത സ്ഥാപനങ്ങൾ. എന്നിവയുടെ സവിശേഷതകൾ: ഒന്നിലധികം ഉടമസ്ഥന്മാരുണ്ടായിരിക്കും, എളുപ്പത്തിൽ രൂപീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ബാധ്യത എന്ന് പറയുന്നത് അവർ 2 പേരുമായിരിക്കും. കമ്പനിക്ക് എത്രയാണോ നഷ്ടം വന്നിട്ടുള്ളത് അതിന് അവർ 2 പേരും ബാധ്യസ്ഥരായിരിക്കും.
ഇനി വിഭവങ്ങൾ അവർ കൊണ്ടുവരുന്ന രണ്ട് ഏകാംഗി വ്യാപാരത്തിനേക്കാൾ കുറച്ചുകൂടെ എന്ത് ചെയ്യും കൂടും. കാരണം 2 പേരാണ് ഇവിടെ വിഭവങ്ങൾ കൊണ്ടുവരുന്നത്. ഇനി ഇതിനുള്ള ഉദാഹരണങ്ങൾ പറയുന്നത് ചെറിയ നിയമസ്ഥാപനങ്ങൾ, അക്കൗണ്ടൻസി സ്ഥാപനങ്ങൾ, കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾ, മറ്റു പ്രാദേശിക നിർമ്മാണ കമ്പനികൾ, തരത്തിലുള്ള ചെറിയ അല്ലെങ്കിൽ വളരെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനേക്കാളും കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സ്ഥാപനമാണ്, മൂന്നാമത്തെ സ്ഥാപനമാണ് വൺ പേഴ്സൺ കമ്പനി, ഏക വ്യക്തി കമ്പനി എന്ന് പറയുന്നത്. ഏക വ്യക്തി കമ്പനി ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഒരു സ്വകാര്യ കമ്പനിയായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന രൂപമാണ് ഏക വ്യക്തി കമ്പനി. കമ്പനി നിയമം 2013 പ്രകാരമാണ് ഏക വ്യക്തി കമ്പനി നിലവിൽ വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ സവിശേഷതകൾ: ഒറ്റ ഉടമസ്ഥാവകാശം, കമ്പനി ആണെങ്കിൽ പോലും ഒരു വ്യക്തിയാണ് ഉണ്ടായിരിക്കുക. ഇനി പരിമിതമായ ബാധ്യത, ലിമിറ്റഡ് ലയബിലിറ്റി. അതുപോലെ സ്ഥിരമായ നിലനിൽപ്പ്, ഒന്നിൽ കൂടുതൽ സ്ഥിരമായ നിലനിൽപ്പ്, കൂടുതൽ നിയമപരമായിട്ടുള്ള പാലനങ്ങൾ. അതായത് പാർട്ട്ണർഷിപ്പിനെയും അതുപോലെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെയും സംബന്ധിച്ച് കൂടുതൽ നിയമപരമായിട്ടുള്ള അസ്തിത്വം ആർക്ക് വരുന്നുണ്ട്? ഈ വൺ പേഴ്സൺ കമ്പനിക്ക് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, LLP എന്ന് പറയും. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഇവിടെ പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെയും കമ്പനിയുടെയും സവിശേഷതകൾ സംയോജിപ്പിക്കുന്ന ഒരു ഹൈബ്രിഡ് രൂപമാണ് LLP എന്ന് പറയുന്നത്. 2008 LLP നിയമപ്രകാരമാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പങ്കാളികൾക്ക് പരിമിതമായ ബാധ്യതകൾ, പിന്നെ കോർപ്പറേറ്റ് വ്യക്തിത്വം രൂപീകരിക്കുവാൻ എളുപ്പമാണ്, സ്ഥിരമായ നിലനിൽപ്പ് ഉണ്ട്. അപ്പോൾ വലിയ കമ്പനികൾ അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ ആരംഭിക്കുവാൻ പറ്റുന്ന, അതായത് വൺ പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞല്ലോ, അതിനേക്കാൾ കൂടുതലായിട്ടും അതുപോലെ വലിയ കമ്പനികളെക്കാൾ താഴെയായിട്ടും വരുന്നതാണ് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ വരുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, ആർക്കിടെക്റ്റുകൾ തുടങ്ങിയ ചെറുകിട കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളാണ് ഇതിൽ വരുന്നത്. അതുപോലെ സ്റ്റാർട്ടപ്പുകളായിട്ടുള്ള സ്ഥാപനങ്ങളും LLPയിൽ ഉദാഹരണങ്ങളാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ ഒരു കമ്പനിയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, സ്വകാര്യ ലിമിറ്റഡ് കമ്പനിയാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ളതും സാധാരണയായി ഉപയോഗിക്കപ്പെടുന്നതുമായ ഒരു ബിസിനസ് രൂപമാണ് പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ്. കമ്പനി നിയമം 2013 പ്രകാരമാണ് ഇത് നിയന്ത്രിക്കപ്പെടുന്നത്. ഇവിടെ സവിശേഷതകൾ: പരിമിത ബാധ്യത, അതുപോലെ പ്രത്യേക നിയമപരമായിട്ടുള്ള വ്യക്തിത്വം, സ്ഥിരമായ നിലനിൽപ്പ്. ഇതെല്ലാം പാർട്ട്ണർഷിപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ട് കമ്പനികൾക്ക് ലഭിക്കുന്ന പ്രത്യേകതകളാണ് ഇവ. അതുപോലെ ഇതിലേക്ക് കുറഞ്ഞ അംഗങ്ങളുടെ എണ്ണം 2 അംഗങ്ങൾ ഉണ്ടായിരിക്കണം, മിനിമം 2 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ 2 ഡയറക്ടർമാരും ഉണ്ടായിരിക്കണം. പരമാവധി പ്രൈവറ്റ് കമ്പനിയുടെ പരമാവധി എണ്ണം 200 ഓഹരി ഉടമകളാണ്. 200-ൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുവാൻ പാടില്ല. ഇനി മറ്റുള്ള ബിസിനസ്സുകളെ സംബന്ധിച്ച് ഇതിന് ചില നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നാമത്തത് വാർഷിക യോഗങ്ങൾ കൂടേണ്ടതുണ്ട്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പിനോ അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനൊന്നും വാർഷിക യോഗങ്ങൾ ചേരേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ കമ്പനിക്ക് വാർഷിക യോഗങ്ങൾ ചേരൽ നിർബന്ധമാണ്. അതുപോലെ ഓഡിറ്റിംഗ് നിർബന്ധമാണ്, റെഗുലേറ്ററി ഫയലിംഗ്, ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ഒരു സ്വകാര്യ കമ്പനി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിനുള്ള എക്സാമ്പിളുകൾ നോക്കൂ. ഒന്നാമത്തത് മിക്ക സ്റ്റാർട്ടപ്പുകൾ, പിന്നെ ഇടത്തരം ബിസിനസ്സുകൾ, സാങ്കേതിക കമ്പനികൾ, കുടുംബ ബിസിനസ്സുകൾ തുടങ്ങിയവയെല്ലാമാണ് സ്വകാര്യ ലിമിറ്റഡ് കമ്പനികൾക്ക് ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ആറാമത്തെ ഇതാണ് വരുന്നത്. ഏതിൽ വരുന്നത്? ആറാമത്തതാണ് സഹകരണ സംഘങ്ങൾ, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. സഹകരണ സംഘങ്ങളാണ് മറ്റൊന്ന്. ഇത് ഒരേ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിനായി സ്വമേധയാ ഒന്നിക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടമാണ് സഹകരണ സംഘങ്ങൾ.
സാധാരണയായി അംഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ലാഭത്തിനേക്കാൾ കൂടുതലായിട്ട് മറ്റ് സേവന പ്രവർത്തികൾക്കാണ് ഇത്തരം സംഘങ്ങൾ മുൻതൂക്കം നൽകുന്നത്. ഇതിലെ അംഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് സഹകരണ സംഘങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ടായിട്ട് വരുന്നത്. ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ അംഗങ്ങൾക്ക് സേവനം നൽകുന്നതിനാണ് ഊന്നൽ നൽകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് നിർമ്മാതാക്കളുടെ കമ്പനി. പ്രൊഡ്യൂസർ കമ്പനിയാണ്, നിർമ്മാതാക്കളുടെ കമ്പനിയാണ് നെക്സ്റ്റ് വരുന്നത്. പ്രധാനമായും കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക തരം കമ്പനിയാണ് ഇത്. കമ്പനി നിയമം 2013 കീഴിലാണ് ഇതിന് പ്രത്യേകമാക്കപ്പെട്ട നിയമങ്ങൾ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന മറ്റൊരു കമ്പനിയാണ് 8ാമത്തത് സൊസൈറ്റികൾ അല്ലെങ്കിൽ ട്രസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇവ പ്രവർത്തിക്കുന്നത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് സൊസൈറ്റികൾ അല്ലെങ്കിൽ ട്രസ്റ്റുകൾ. ഒരു ബിസിനസ് സംരംഭം എന്നതിലുപരി സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിനാണ് ഇവ രൂപീകരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫ്രാഞ്ചൈസികൾ. ഫ്രാഞ്ചൈസിയുടെ ഒരു പ്രത്യേകത, ഇവിടെ സാങ്കേതികമായി ഇതൊരു നിയമപരമായ ബിസിനസ് രൂപമല്ല, മറിച്ച് ഒരു ബിസിനസ് മോഡലാണ് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫ്രാഞ്ചൈസർ, ഉദാഹരണത്തിന് MC ഡൊണാൾഡ്സ്, അതുപോലെ സബ്വേ തുടങ്ങിയ കമ്പനികൾ വലിയ മൾട്ടിനാഷണൽ കമ്പനികളാണ്. അവയുടെ ഫ്രാഞ്ചൈസികൾ തൻ്റെ ബിസിനസ് മോഡൽ, ബ്രാൻഡഡ് പേര്, അവരുടെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ എന്നിവ ഒരു ഫ്രാഞ്ചൈസിക്ക് ഒരു നിശ്ചിത ഫീസിന് ഉപയോഗിക്കുവാൻ അനുവാദം നൽകുന്നതാണ്. അതായത് ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ, ആ കമ്പനിയുടെ പേര്, മറ്റു കാര്യങ്ങളൊക്കെ പുറമേയുള്ള രാജ്യങ്ങൾക്ക് നിശ്ചിത ഫീസ് വാങ്ങി ഉപയോഗിക്കുവാൻ നൽകുന്ന രീതിയാണ് ഫ്രാഞ്ചൈസികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കുവാൻ പറ്റുന്ന ബിസിനസ് രൂപങ്ങളാണ്. ഇതിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ, ദോഷങ്ങൾ വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഏതാണോ അനുയോജ്യമായതെങ്കിൽ ഓരോ ആളുകൾക്കും തിരഞ്ഞെടുക്കുവാൻ പറ്റുന്നതാണ്. ഓരോ ബിസിനസ് രൂപവും തിരഞ്ഞെടുക്കുന്നത് ബിസിനസ്സിൻ്റെ സ്വഭാവം, മൂലധന ആവശ്യകതകൾ, അപകട സാധ്യതകൾ, സന്നദ്ധത, ഭാവി വികസന പദ്ധതികൾ എന്നിവ ആശ്രയിച്ചാണ് ഓരോ ബിസിനസ്സിൻ്റെ രൂപവും തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനുകൾ വന്നിട്ടുള്ളത്. ഇനി 2014 ഏപ്രിൽ മാസത്തെ എക്സാമിന് ചോദിച്ച 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസുകൾ, അതിൻ്റെ ആൻസറുകളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സാറിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, മറ്റുള്ള നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇതേപോലെ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടെ അറിയിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.